ഇതാ കണ്ടു നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ വളരെ എത്ര ദ്രുതഗതിയിലാണ് നടന്നു പോകുന്നത്. ഇത് കണ്ടിട്ട് നമ്മൾ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് തന്നെ അസൂയ വരുന്നുണ്ടോ എന്നൊരു സംശയം. തമിഴ്നാടിൻ്റെ കാര്യമെടുക്കാം നമുക്ക്. ഇവിടെ ചർച്ചാ വിഷയം അതുതന്നെയാണ്. ഹായ്, നമസ്തേ സുഹൃത്തുക്കളെ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇതിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് വികസന പ്രവർത്തനങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ തലങ്ങളിലും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ വീഡിയോയ്ക്ക് പ്രത്യേക പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക, ഇതിനോടൊപ്പമുള്ള വീഡിയോയും കാണുക എന്നുള്ളതിനായി. നമ്മുടെ തമിഴ്നാട് സർക്കാർ സ്വയംഭരണാവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. ഇത് വളരെ അധികം ആശങ്കാജനകമായ ഒരു പ്രമേയമാണ്. കാരണം ഭാരതത്തെ ഒന്നായി കാണുന്ന നമ്മളെല്ലാവരും, കേരളം ഉൾപ്പെടെ അല്ലെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും, ഭാരതത്തിൻ്റെ ജമ്മു കാശ്മീർ ഉൾപ്പെടെ ഒന്നായി കാണുന്ന നമുക്ക് ഇത് ഒരു വലിയ ആശങ്ക ഉളവാക്കുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് അവർക്ക് എന്താണ് പ്രത്യേക നേട്ടം? തമിഴ്നാട് ശരിക്കും എന്താണ്? തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും കൂട്ടരും അല്ലെങ്കിൽ ഭരണതലം നിയന്ത്രിക്കുന്ന ആൾക്കാർ അവർ ഭയക്കുന്നു ആരെയും. കാരണം സ്വയംഭരണാവകാശം നേടിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നിഷ്ടപ്രകാരം സ്വയം നിശ്ചയിക്കുന്ന പ്രകാരം നടപ്പിലാക്കാം എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് പ്രത്യേക കാരണം ഉണ്ടോ? കാരണം ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, തമിഴ്നാട്ടിൽ നടന്ന വികസന പ്രക്രിയകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്നതിനോടൊപ്പം ഇന്ത്യയുടെ സമ്പദ്ഘടന ഉൾപ്പെടെ അതിനെ സ്വാധീനിക്കാവുന്ന വികസന പ്രവർത്തനങ്ങൾ, പാമ്പൻ പാലം, അതായത് ലോകവിസ്മയം എന്ന് തന്നെ അഭിപ്രായപ്പെടാവുന്ന അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എഴുതി ചേർക്കാവുന്ന പാമ്പൻ പാലം വളരെ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു റിനോവേഷൻ നടത്തി പാമ്പൻ പാലം പുതുതായി തന്നെ ഏകദേശം വലിയ കപ്പലുകൾക്കും കടന്നു പോകാവുന്ന വിധത്തിൽ ആ പാമ്പൻ പാലം നിർമ്മിച്ച് നമ്മൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് നമ്മളെ എല്ലാവരും വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാലം പൂർത്തിയാകുന്നതോടുകൂടി ടൂറിസം വികസനം, അതോടൊപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ്, പല രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡുകൾ നമ്മൾ ഇന്ത്യയുമായിട്ട് വളരെയധികം എളുപ്പം സുഗമമാക്കുന്ന ഒരു പാത കൂടിയാണ് ജലപാതയായാലും. അല്ലെങ്കിൽ പാമ്പൻ പാലത്തിലൂടെ പോകുന്ന നമുക്ക് കണക്ടിവിറ്റി കിട്ടുന്നത് ശ്രീലങ്കയിലേക്കാണ്. ശ്രീലങ്കയും ഭാരതവുമായി വളരെ വർഷക്കാലത്തെ സാമ്പത്തിക രംഗത്താണെങ്കിലും വികസന രംഗത്താണെങ്കിലും സംയോജിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചൈന അവിടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും ചൈനയുമായിട്ട് വിശ്വാസ്യതയുടെ പ്രശ്നത്തിൽ അവർ ചൈനയും വിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ വികസന പ്രക്രിയകൾ തമിഴ്നാടുമായി ചേർന്ന്, രാമേശ്വരവുമായി ചേർന്നാണ് ഈ വികസന പ്രക്രിയകൾ നടക്കുന്നത്. അപ്പോൾ അവർ ഭയക്കുന്നത് എന്താണ്? കേന്ദ്രത്തെയും അല്ലെങ്കിൽ സംസ്ഥാനത്ത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ഒരു സർക്കാർ തമിഴ്നാട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വന്നുപോയെങ്കിലും സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള സ്റ്റാലിൻ്റെ അതായത് മന്ത്രാലയത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം മന്ത്രിമാരുടെ അല്ലെങ്കിൽ MP-മാരുടെയൊക്കെ പേരിൽ അവരുടെ പാർട്ടിയുടെ അഴിമതി ആരോപണ കേസുകൾ നിലനിൽപ്പുണ്ട്. അതൊക്കെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെ സംശയിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ കാണുക, അടുത്ത വീഡിയോ കൂടി കാണുക, നിങ്ങൾ തന്നെ പറയുക. The new Pamban bridge to Rameswaram bring technology and tradition together. A town that is thousands of years old is being connected by a 21st century engineering wonder. Pamban bridge supports both ease of doing business and ease of travel. विकसित भारत के सफर में तमिलनाडु का बहुत बड़ा रोल है। मैं मानता हूँ तमिलनाडु का सामर्थ्य जितना ज्यादा बढ़ेगा, भारत की ग्रोथ उतनी ही तेज होगी।
रामेश्वरम की इस पवित्र धरती से समस्त देशवासियों को रामनवमी की हार्दिक शुभकामनाएं देता हूं। I feel blessed that I could pray at the Ramanath Swami temple today.